ഹലോ ഗൈസ്, ഇന്ന് നല്ല പണിയുള്ള ദിവസമായിരുന്നു. ഏട്ടൻ്റെ ഫ്രണ്ടും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിതുവിനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ആദ്യം കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കിച്ചണൊക്കെ ഒരു കോലമായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കിടന്ന പാത്രങ്ങളെല്ലാം ആദ്യം കഴുകി പറക്കി അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അങ്ങനെ അടുക്കളയെല്ലാം ഒരുവിധം വൃത്തിയാക്കി ചെന്നപ്പോഴത്തേനും നെക്സ്റ്റ് ഡൈനിങ് ടേബിൾ ആയിരുന്നേ. എനിക്കാണെങ്കിൽ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് എല്ലാം കൂടെ വാരി വലിച്ചിട്ടേക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ തന്നെ ഫസ്റ്റ് അവർ കാണുന്നത് ഈ ഡൈനിങ് ടേബിളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ വരുന്ന ആൾക്കാർക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കിയിട്ടു. വീട്ടിലെ സകല സാധനം ഇതിൻ്റെ പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം പറക്കി മാറ്റി വെച്ചു. അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഋതു ആയിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഏട്ടനാണെങ്കിൽ രഞ്ജിത്ത് ഏട്ടൻ്റെ താടിയിലൊക്കെ പിടിച്ച് കാണിച്ച് കൊച്ചിനെ കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഋതു അങ്ങ് കരഞ്ഞു. പിന്നെ ഞാൻ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു പാഴ്സൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്കല്ല, ഋതുവിൻ്റെ ഡ്രസ്സൊക്കെ അടുക്കി പറക്കി വെക്കാൻ ഒരു വാർഡ്രോബ് അത്യാവശ്യമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറിയ ഒരു ബാസ്ക്കറ്റിലായിരുന്നു അവളുടെ ഡ്രസ്സൊക്കെ വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഒരു വാർഡ്രോബ് വാങ്ങിച്ച് അതിനകത്തോട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നായിരുന്നു വന്നത്. കൂടെ ഒരു തടിയുടെ ഒരു ഹാമറും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണെന്ന് പോലും സത്യം മനസ്സിലായില്ല. പക്ഷേ ഏട്ടനല്ലേ ആള്, എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അതെല്ലാം അടുക്കി പറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി അതിനകത്തൊരു ലാസ്റ്റാണ് ഞങ്ങളത് കണ്ടത്. ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്ത് ഇതെങ്ങനെയാണ് സെറ്റാക്കേണ്ടതെന്നുള്ള ഫുൾ വീഡിയോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ എപ്പോഴും ഓഫറിന് കിട്ടും കേട്ടോ ഈ പ്രോഡക്റ്റ്സ്. കൊച്ചുമക്കളൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.